ഡോക്ടർ മോഹൻ വർഗീസ്, DK ശിവകുമാർ കർണാടകയുടെ പുതിയ മുഖ്യമന്ത്രിയായി അടുത്തയാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. DK യുഗം എത്രത്തോളം ഗുണം ചെയ്യും കർണാടക കോൺഗ്രസിന്? കർണാടകത്തിന് പുതിയ മുഖ്യമന്ത്രി എത്തുകയാണ്. DK ശിവകുമാർ. ജൂൺ 3 സത്യപ്രതിജ്ഞ നടക്കും. അപ്പോൾ സിദ്ധരാമയ്യ യുഗം അവസാനിക്കുന്നു, DK ശിവകുമാർ യുഗം തുടങ്ങുന്നു. അത്ര ലളിതമായി കാണാവുന്ന ഒന്നാണോ? അല്ല. അതിന് പല കാരണങ്ങളുണ്ട്. ഇപ്പൊ കർണാടകത്തിൽ കോൺഗ്രസ് പാർട്ടി BJPയിൽ നിന്നും അധികാരം പിടിച്ചെടുക്കുന്നത് ഒരു പ്രത്യേക ഫോർമുലയുടെ അടിസ്ഥാനത്തിലാണ്. ഒന്ന്, അഴിമതി വിരുദ്ധ ഒരു പോരാട്ടം. യെദ്യൂരപ്പ ഗവൺമെന്റിന്റെ കാലത്തും അതിനുശേഷം ബൊമ്മൈ ഗവൺമെന്റിന്റെ കാലത്തും ഒക്കെ ഉണ്ടായ വലിയ അഴിമതി, അതിനെതിരെയുള്ള ജനകീയ പ്രക്ഷോഭത്തെ നയിച്ചത് കോൺഗ്രസ് ആണ്. അതിൻ്റെ നേട്ടം ഉണ്ടായി. പക്ഷെ മറ്റൊരു കാര്യം കൂടി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് അഹിന്ദ എന്ന് പറയുന്ന ചില വിഭാഗങ്ങളുടെ ഒരു സഖ്യം, അതിൻ്റെ നേതാവായിട്ടാണ് സിദ്ധരാമയ്യയെ കണ്ടത്. സിദ്ധരാമയ്യ പല പാർട്ടികൾ കയറി ഇറങ്ങി കോൺഗ്രസിലെത്തിയ ആളാണ്. മുൻപ് ജനതാദളിൻ്റെ ഉന്നത നേതാവ് കൂടി ആയിരുന്നു. പിന്നാക്ക സമുദായക്കാരനാണ്. അദ്ദേഹത്തെ മുൻനിർത്തി കർണാടകത്തിലെ വിവിധങ്ങളായ ജാതി ഗ്രൂപ്പുകളെ ഒരുമിച്ച് കൊണ്ടുവന്നു. ഓർക്കുക, ഏറ്റവും വലിയ ജാതി വിഭാഗമായ ലിംഗായത്തുകളുടെ പിന്തുണ BJPക്കായിരുന്നു. അല്ലെങ്കിൽ ലിംഗായത്തുകളുടെ പ്രമുഖ നേതൃത്വമെല്ലാം BJPയുടെ കൂടെയായിരുന്നു. അതേസമയം മറ്റൊരു പ്രമുഖ വിഭാഗമായ തെക്കൻ കർണാടകത്തിലെ മാണ്ഡ്യയിലും ഹാസനിലും ബാംഗ്ലൂർ മൈസൂർ മേഖലയിലുമൊക്കെ സാന്നിധ്യമുള്ള വൊക്കലിഗ വിഭാഗം. വൊക്കലിഗരുടെ നേതാവായിരുന്നു ദേവഗൗഡ. ജനതാദളിൻ്റെ നേതാവ് ദേവഗൗഡ, മുൻ പ്രധാനമന്ത്രി. ഇപ്പം ദേവഗൗഡയുടെ ഒരു ഫീഫ്ഡമായിട്ടാണ് തെക്കൻ കർണാടകത്തെ പണ്ട് കണ്ടിരുന്നത്. പക്ഷെ അതിൽ നിന്ന് മാറി DK ശിവകുമാർ വൊക്കലിഗ വിഭാഗത്തിൻ്റെ ആളുകൂടിയാണ്. അപ്പം വൊക്കലിഗരുടെ ഇപ്രാവശ്യത്തെ പ്രതീക്ഷകൾ DK ശിവകുമാർ മുഖ്യമന്ത്രിയാകും എന്ന നിലയിലാണ്. അദ്ദേഹം മാത്രമായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട സംഘാടകൻ. കോൺഗ്രസിന് വേണ്ടി പണം എത്തിച്ചു നൽകുന്നതിന് നല്ല പൊളിറ്റിക്കൽ സ്ട്രാറ്റജി നെയ്തെടുക്കുന്നയാൾ എന്നുള്ള നിലയിലും, അതേപോലെ തന്നെ കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനത്തെ ചലിപ്പിക്കുന്ന ചാലക ശക്തി എന്ന നിലയിലും DK ശിവകുമാർ ആയിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ താരം. പക്ഷെ പല സമവാക്യങ്ങൾ നോക്കണമല്ലോ. തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വന്നപ്പോൾ DK ആകുമോ സിദ്ധരാമയ്യ ആകുമോ മുഖ്യമന്ത്രി എന്ന ഒരു തർക്കമുണ്ടായി. പക്ഷെ ഹൈക്കമാൻഡ് അനൗപചാരികമായി തീരുമാനിച്ചു എന്നാണ് പൊതുവെ കേൾക്കുന്നത്. 2.5 വർഷം വീതം DK ശിവകുമാറിനും സിദ്ധരാമയ്യക്കും. സീനിയർ ആളെന്നുള്ള നിലയിൽ സിദ്ധരാമയ്യക്ക് ആദ്യം 2.5 വർഷം. പക്ഷെ 2.5 വർഷം DK ശിവകുമാർ വെയിറ്റ് ചെയ്തു. അതിനുശേഷം തൻ്റെ ക്ലെയിം ഉന്നയിക്കുകയാണ്. പക്ഷെ സിദ്ധരാമയ്യ പിന്മാറിക്കൊടുക്കാൻ തയ്യാറായില്ല. കാരണം സിദ്ധരാമയ്യ പിന്തുണയ്ക്കുന്ന ഒരുപാട് പേരുണ്ട്. MLA-മാരുടെ ഭൂരിപക്ഷം പേരുടെ പിന്തുണയും സിദ്ധരാമയ്യക്ക് ആയിരിക്കെ ഹൈക്കമാൻഡ് എങ്ങനെ ഒരു തീരുമാനമെടുക്കും? ഇത് ന്യായമായൊരു ചോദ്യമാണ്. ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുക്കണമെങ്കിൽ MLA-മാരുടെ പരമാവധി പിന്തുണ ഉണ്ടാവണം. ഇപ്പോൾ കേരളത്തിൽ MLA-മാരുടെ പിന്തുണ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി VD സതീശനായിരുന്നില്ല എന്നോർക്കണം. അത് KC വേണുഗോപാലായിരുന്നു. അത് മറികടന്നുകൊണ്ട് ഒരു തീരുമാനമെടുക്കാൻ ഹൈക്കമാൻഡിന് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഇവിടെ സിദ്ധരാമയ്യയുടെ നിർബന്ധപൂർവം, ശാസനാരൂപത്തിലും എന്നാൽ സ്നേഹപൂർവ്വവും മറ്റൊരു വാഗ്ദാനം കൊടുത്തുകൊണ്ടും പറഞ്ഞു, താങ്കൾ മാറി നിന്നേ മതിയാകൂ. അങ്ങനെ DK യുഗം തുടങ്ങുകയാണ്. സത്യപ്രതിജ്ഞ ചെയ്ത് ജൂൺ 3 അധികാരം ഏറ്റെടുക്കാൻ പോവുകയാണ് DK ശിവകുമാർ ഗവൺമെന്റ്. നമുക്ക് പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കാം എന്താണ് ഫൈനൽ റൗണ്ടിൽ, അതായത് തെരഞ്ഞെടുപ്പിന് മുൻപുള്ള 2 വർഷം, ഇപ്പം 2.5 വർഷം കഴിഞ്ഞിരിക്കുന്നത് 3 വർഷമായി. ഇനിയുള്ള 2 വർഷം എങ്ങനെയാണ് DK ശിവകുമാർ കർണാടകത്തിനെ നയിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് ശ്രദ്ധയോടെ കാണാം. ഈ 2023 കോൺഗ്രസ് അധികാരത്തിൽ വന്നപ്പോൾ തന്നെ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യത്തിൽ ഉണ്ടായ 2.5 വർഷം വീതം അധികാരം പങ്കിടൽ എന്ന ധാരണയിലാണ് സിദ്ധരാമയ്യ രാജിവെച്ചത്. പലരും ഇങ്ങനെ ഒരു രാജി സംഭവിക്കില്ല, DK വരില്ല എന്നൊക്കെയാണ് കരുതിയിരുന്നത്. അങ്ങനെയാണല്ലോ കോൺഗ്രസിന്റെ ഒരു പതിവ് രീതി. അപ്പോൾ ഹൈക്കമാൻഡ് കാലത്തിനനുസരിച്ച് മാറിയോ? തമിഴ്നാട്ടിൽ DMK-യുമായുള്ള ദീർഘകാല ബന്ധം അവസാനിപ്പിച്ചുകൊണ്ടാണ് കോൺഗ്രസ് വിജയ്ക്കൊപ്പം കൂട്ടുകൂട്ടുന്നത്. കേരളത്തിലും വിശ്വസ്തനായ KC വേണുഗോപാലിനെ പോലും മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് തഴഞ്ഞാണ് ജനവികാരത്തിനനുസരിച്ച് സതീശനെ മുഖ്യമന്ത്രിയാക്കിയത്. അപ്പോൾ ഹൈക്കമാൻഡിന്റെ സമ്പൂർണ്ണ റോളിലേക്ക് രാഹുൽ ഗാന്ധി എത്തിയോ?
ഇത് കോൺഗ്രസിന് നല്ല സൂചനയാണോ നൽകുന്നത്? അങ്ങനെ വേണം കരുതാൻ. ഹൈക്കമാൻഡിൻ്റെ ഭാഗത്ത് വലിയ ഒരു ശൈലി മാറ്റം കാണുന്നു. രാഹുൽ ഗാന്ധി കോൺഗ്രസിൻ്റെ കടിഞ്ഞാൺ ഏറ്റെടുത്ത് റിസ്ക് എടുക്കാൻ തയ്യാറായി മുന്നോട്ട് വരുന്നു. അതായത് സീനിയർ നേതാക്കൾ പറയുന്നത് അതുപോലെ അനുസരിച്ച് പോകുന്ന ഒരു പാവ ഹൈക്കമാൻഡ് അല്ല, മറിച്ച് തൻ്റെ ഏറ്റവും വിശ്വസ്തനായ KC വേണുഗോപാലിനെ പോലും മാറ്റി നിർത്തിക്കൊണ്ട് കേരളത്തിൻ്റെ കാര്യത്തിൽ ജനപ്രിയനായ VD സതീശനെ മുഖ്യമന്ത്രിയാക്കാൻ രാഹുൽ ഗാന്ധി പച്ചക്കൊടി കാട്ടുന്നു. അതൊരു തീരുമാനം അത്ര എളുപ്പം രാഹുൽ ഗാന്ധിക്ക് എടുക്കാൻ കഴിയുന്ന ഒരു തീരുമാനമല്ല. അതിന് പ്രേരകശക്തിയായത് മറ്റു പല കാരണങ്ങളാകാം. KC ഫാക്ടർ ആയിരിക്കില്ല, ഒരുപക്ഷെ മുസ്ലിം ലീഗിന് സമ്മർദ്ദം, അതുമാത്രമല്ല താൻ തന്നെ പ്രതിനിധാനം ചെയ്തതും ഇപ്പോൾ തൻ്റെ സഹോദരി പ്രിയങ്ക ഗാന്ധി പ്രതിനിധാനം ചെയ്യുന്നതുമായ വയനാട്ടെ റിയാലിറ്റിയിലാകാം, മുസ്ലിം ജനസാമാന്യത്തിൻ്റെ മൊത്തം ആസ്പിറേഷൻസ് ആകാം. ഈ ഭരണവിരുദ്ധ വികാരത്തെ പൂർണ്ണമായി നെഞ്ചിലേറ്റി കൊണ്ടുപോയത് VD സതീശനായത് കൊണ്ടാകാം, പല കാരണങ്ങളാകണം. പക്ഷെ ഇതൊക്കെ മനസ്സിലാക്കാനുള്ളൊരു റീഡിങ്, ഒരു തന്ത്രപരമായ മികവ് രാഹുൽ ഗാന്ധി കാട്ടുന്നു എന്ന് നിസ്സംശയം പറയാം. അത് കേരളത്തിൻ്റെ കാര്യം. തമിഴ്നാട്ടിലേക്ക് വരുമ്പോൾ ഇറ്റ് വാസ് സച്ച് എ ഡിഫിക്കൽട്ട് ചോയ്സ്. ഇത് നോക്കൂ, എത്ര കാലമായിട്ടുള്ള ബന്ധമാണ് DMKയും കോൺഗ്രസും തമ്മിലുള്ളത്. മുൻപ് അണ്ണാ DMKയുമായി ബന്ധമുണ്ടായിരുന്നു MGR കാലത്ത്, പിന്നീട് ജയലളിതയുടെ കാലത്ത്. ഇപ്പോൾ കഴിഞ്ഞ ഒരു 1.5 പതിറ്റാണ്ടായി DMKയുടെ ഏറ്റവും അടിയുറച്ച സഖ്യകക്ഷിയാണ് കോൺഗ്രസ്. തിരിച്ചും അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് MK സ്റ്റാലിനോട് നോ പറഞ്ഞുകൊണ്ട് വളരെ അൺസെറമോണിയസായി ഇന്നലെ കണ്ട വിജയനോടൊപ്പം പോകാൻ കഴിയുന്നത് എങ്ങനെയാണ്? അപ്പോൾ അധികാരത്തിൽ വരണമെങ്കിൽ, അധികാരത്തിൻ്റെ അപ്പകഷ്ണങ്ങൾ നുകരണമെങ്കിൽ DMKയോടൊപ്പം നിന്നാൽ പോരാ. ഓർക്കൂ, DMKയ്ക്ക് ഏറെ MP മാർ ലോക്സഭയിലുണ്ട്. ആ റിസ്ക് എടുത്തുകൊണ്ടാണ് ലോക്സഭയിലെ കാര്യങ്ങൾ താൻ മാനേജ് ചെയ്തുകൊള്ളാം. ലോക്സഭയിൽ താൻ പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ഗാന്ധി. അദ്ദേഹത്തിന് പിന്തുണ ലഭിക്കേണ്ടതാണ് ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷിയായിരുന്ന DMKയുടെ ഭാഗത്തു നിന്ന്. അതുൾപ്പെടെ റിസ്ക് ചെയ്തുകൊണ്ട് പുതിയൊരു ഘടകകക്ഷിയെ കൊണ്ടുവരികയാണ്, അല്ലെങ്കിൽ തമിഴ്നാട്ടിലേക്കെങ്കിലും ഒരു പുതിയ കക്ഷിയെ ചേർത്ത് പിടിക്കുകയാണ്. അത് വിജയ്, പുതിയതായി രൂപീകരിച്ച പാർട്ടിയാണ്. ഹൈ റിസ്ക് ആണ്. നാളുകളിൽ ക്ലിക്ക് ചെയ്തേക്കാം. ഒരുപക്ഷെ ഇനി വിജയ് യുഗമായിരിക്കും അടുത്ത 2 പതിറ്റാണ്ട് എന്ന ഒരു കണക്ക് കൂട്ടലാണ്. ഇതൊരു കാൽക്കുലേറ്റഡ് റിസ്ക് ആണ്. ആ റിസ്ക് രാഹുൽ ഗാന്ധി ഏറ്റെടുത്തിരിക്കുന്നു. സമാനമായ രീതിയിലാണ് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും ഒരുപക്ഷെ ഇനി നീങ്ങാൻ പോകുന്നത്. അപ്പം കർണാടക ഒരു പാഠമാകുന്നു. തമിഴ്നാട് ചരിത്രത്തിൻ്റെ ഭാഗമായി, കേരളവും ചരിത്രത്തിൻ്റെ ഭാഗമായി മാറിയിരിക്കുന്നു. ഹൈക്കമാൻഡിൻ്റെ രീതികൾ മാറുന്നു. ജന അഭിപ്രായം, രാഷ്ട്രീയമായ ചില ഘടകങ്ങൾ, പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ സാധ്യതകൾ, ഇതെല്ലാം തന്നെ മനസ്സിൽ വെച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി മാറിച്ചിന്തിക്കുന്നു. അത് വടക്കേ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് കാരണമാകുമോ? അതോ ഇപ്പോഴും മറ്റ് മെയിൻ കക്ഷികൾ, സമാജ്വാദി പാർട്ടിയുടെയും അല്ലെങ്കിൽ രാഷ്ട്രീയ ജനതാദളിൻ്റെയും ഒക്കെ കെയർ ഓഫിൽ ലഭിക്കുന്ന ഏതാനും സീറ്റുകൾ എന്നതിൽ നിന്നും സ്വന്തം അസ്തിത്വം കോൺഗ്രസിന് വടക്കേ ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്തെടുക്കാൻ, ഒരു പുതിയ പന്ഥാവ് വെട്ടിത്തുറക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയുമോ? സംഘടനാ സംവിധാനം ഉദ്ദീപിപ്പിച്ച് നിർത്താനും ജൈവികമായി ഉണർന്നു വരുന്ന യങ് ലീഡേഴ്സിനെ ചേർത്ത് പിടിക്കാനും കഴിയുമോ എന്നതാണ് ചോദ്യം. ജ്യോതിരാദിത്യ സിന്ധ്യയെ ഇടയ്ക്ക് നഷ്ടപ്പെട്ടു. സച്ചിൻ പൈലറ്റിനെ രാജസ്ഥാനിൽ നഷ്ടപ്പെടലിൻ്റെ വക്കോളമെത്തി. ഉത്തർപ്രദേശിൽ ഒരു വലിയ കോൺഗ്രസ് നേതാവ് വളർന്നു വന്നിട്ടില്ല. ബീഹാറിലും അറിയപ്പെടുന്ന കോൺഗ്രസ് നേതാക്കളില്ല എന്നോർക്കണം. പശ്ചിമ ബംഗാളിൽ കോൺഗ്രസ് പാർട്ടി സ്പെൻഡ് ഫോഴ്സസ് മാത്രമാണ്. ഇത് മുസ്ലിം മേഖലയിൽ ചില സ്ഥലത്ത്, മാൽദ, മുർഷിദാബാദ് മേഖലയിൽ മാത്രമാണ് കോൺഗ്രസിൻ്റെ ശക്തി. അങ്ങനെ വരുമ്പോൾ കോൺഗ്രസിന് എവിടെയാണ് ഒരു ഭാവി മുഖമായി കാട്ടാനുള്ള നേതൃത്വമുള്ളത്? ഒരിടത്തുമില്ലാതെ പോകുന്നു. കേരളത്തിലുണ്ട് തീർച്ചയായും. ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള ആളുകൾ, VD സതീശനും താരതമ്യേന പുതുമുഖം എന്ന് പറയാനാവില്ലെങ്കിലും താരതമ്യേന 60 വയസ്സിൻ്റെ ചെറുപ്പത്തിലാണ്, 60-61 വയസ്സിൻ്റെ ചെറുപ്പത്തിലാണ്. ഇന്ന് അദ്ദേഹത്തിൻ്റെ ജന്മദിനം കൂടിയാണ്. അദ്ദേഹം 62ാം വയസ്സിലേക്ക് പ്രവേശിക്കുന്ന ദിവസം കൂടിയാണ്. അപ്പോഴും ആദ്യമായിട്ടാണ് കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി പദത്തിലേക്കും പ്രധാന ഒരു പദവിയിലേക്കും VD സതീശൻ എത്തുന്നത് എന്നോർക്കണം. അതുകൊണ്ട് ജനപ്രിയരായ നേതാക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ടും വേണ്ടാത്ത ബണ്ടിൽസ് ആൻഡ് ബാഗേജ് ഉപേക്ഷിച്ചുകൊണ്ടും ഒരു പുതിയ തന്ത്രം, പുതിയ പന്ഥാവ്
വെട്ടിത്തുറക്കുന്ന രാഹുൽ ഗാന്ധിയെ കാണുന്നു. കർണാടക എക്സ്പീരിയൻസ് വെച്ചുകൊണ്ടാണ് നമ്മളിത് വിലയിരുത്തുന്നത്. അഹിതമായ, ചിലപ്പോൾ അപ്രിയമെന്ന് തോന്നാവുന്ന കഠിനമായ, റിസ്കിയായ തീരുമാനങ്ങൾ എടുക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറാകുന്നു. ദ ഹയർ ദ റിസ്ക്, ദ ഹയർ ദ റിട്ടേൺ. ഇതാകുന്നു ഫോർമുല. അതുകൊണ്ട് കോൺഗ്രസിന് റിട്ടേൺസ് ലഭിക്കണമെങ്കിൽ കൂടുതൽ റിസ്ക് എടുത്തുകൊണ്ട് തന്നെ, ചിലപ്പോൾ പാളിപ്പോയേക്കാം, റിസ്ക് എടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ തയ്യാറാവുന്നു എന്നതാണ് ഇപ്പോൾ ഇതിൽ നിന്നും വായിച്ചെടുക്കാവുന്നത്. മറ്റൊരു കാര്യമുള്ളത്, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇനി തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. ജനവികാരം അനുസരിച്ചുള്ള ഇപ്പോഴത്തെ ഈ മാറ്റങ്ങൾ അത് കോൺഗ്രസിന് എത്രത്തോളം നേട്ടമാകും? കോൺഗ്രസിന് നേട്ടം ആവണം. ജനവികാരം പ്രതിഫലിപ്പിക്കുന്ന രീതിയിൽ ഒരു നേതൃത്വം ഉണ്ടാകണം. അവിടെ ഒരു ജൈവികമായ നേതൃത്വം ഇല്ല എന്ന് ഓർക്കണം. രാഹുൽ ഇഫക്റ്റ് എന്നത് ചിലയിടങ്ങളിലൊക്കെ ക്ലിക്ക് ചെയ്യും. പക്ഷേ ഓരോ സംസ്ഥാനത്തും, ഉത്തർപ്രദേശ് എന്ന പ്രധാനപ്പെട്ട സംസ്ഥാനം, അതുപോലെ ബംഗാൾ വലിയ സംസ്ഥാനമാണ്, മഹാരാഷ്ട്രയിൽ നഷ്ടപ്പെട്ട അടിത്തറ തിരിച്ചു പിടിക്കണം. പല കോൺഗ്രസ് നേതാക്കളും കളങ്കിതരാണ്, അഴിമതി ആരോപണത്തിൻ്റെ നിഴലിലാണ്, അല്ലെങ്കിൽ ED റെയ്ഡ് പേടിക്കുന്നവരാണ്. അതേസമയം ED റെയ്ഡ് ഉൾപ്പെടെ പേടിക്കാതെ, ഇപ്പം DK ശിവകുമാറിനെ തന്നെ നോക്കുക. കർണാടകത്തിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി DK ശിവകുമാറിനെതിരെ എത്ര പ്രാവശ്യമാണ് ED അന്വേഷണം വന്നത്? അപ്പോൾ ഇതെല്ലാം ചങ്കൂറ്റത്തോടു കൂടി നേരിടാൻ കഴിയുന്ന ഓരോ നേതാക്കൾ, ഓരോ സംസ്ഥാനത്തും ഒരാളെങ്കിലും വൻകിട നേതാവായി DK പോലെ നേതാക്കൾ ഉയർന്നു വരണം. ഇപ്പം DK ശിവകുമാർ എന്ന ആളില്ലായിരുന്നുവെങ്കിൽ സംഘടനാ സംവിധാനം എങ്ങനെ പോകുമായിരുന്നു കർണാടകത്തിൽ? സിദ്ധാരാമയ്യ എന്ന പൊതുവെ അക്സെപ്റ്റബിൾ ഒരു ഫേസ് ഇല്ലായിരുന്നുവെങ്കിൽ എങ്ങനെ പോകുമായിരുന്നു കർണാടക? അതോർക്കണം. അപ്പം നേതൃത്വം വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. പഞ്ചാബിലൊക്കെ പറ്റിയത് ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിന് ശേഷം ചരൺജിത് സിംഗ് ചന്നി എന്ന സാമാന്യം അറിയപ്പെടാത്ത ഒരു നേതാവ്, ദളിത് മുഖം കൂടിയാണ്. അപ്പോൾ ആ പരീക്ഷണം അമ്പേ പാളിയതും പഞ്ചാബിൽ ഭരണം നഷ്ടപ്പെടുന്നതും കണ്ടതാണ്. അശോക് ഗെഹ്ലോട്ട് എന്ന സ്പെൻഡ് ഫോഴ്സിനെ വെച്ചുകൊണ്ട് രാജസ്ഥാനിൽ മുന്നോട്ട് പോയി. സച്ചിൻ പൈലറ്റ് എന്ന ഗ്രോത്ത് സ്റ്റോക്ക് ചേർത്ത് പിടിക്കാമായിരുന്നു, ചെയ്തില്ല. രാജസ്ഥാനിൽ ഭരണം നഷ്ടപ്പെട്ടു. മാധവറാവ് സിന്ധ്യയുടെ മകൻ ജ്യോതിരാദിത്യ സിന്ധ്യ വലിയ രീതിയിൽ ഉയർത്തെഴുന്നേറ്റ് വരികയായിരുന്നു, ഉണർന്നു വരികയായിരുന്നു മധ്യപ്രദേശിൽ. അദ്ദേഹത്തെ നിഷ്കരണം മാറ്റി നിർത്തി കമൽനാഥിലേക്ക് ശ്രദ്ധ തിരിച്ചു. അപ്പോൾ ഈ പഴയ ആശ്രിതന്മാരെ, സ്പെൻഡ് ഫോഴ്സിനെ വെച്ചുകൊണ്ടുള്ള പരീക്ഷണം അവസാനിക്കുന്നു. പുതിയ പരീക്ഷണങ്ങൾക്ക് കാലമായിരിക്കുന്നു. ഹൈക്കമാൻഡ് അങ്ങനെ ചെയ്താൽ ഒരുപക്ഷെ ജനകീയ അടിത്തറയുള്ള നേതാക്കൾ ഉയർന്നു വരണം. മമതാ ബാനർജി ഉയർന്നു വന്നതല്ലേ ബംഗാളിൽ? ചേർത്ത് പിടിക്കാൻ കഴിഞ്ഞില്ലല്ലോ. മമതയ്ക്ക് വേറിട്ട് പോകേണ്ടി വന്നല്ലോ. അന്ന് സുബ്രതോ മുഖർജിയും കൂട്ടരുമൊക്കെ കോൺഗ്രസിൻ്റെ നേതാക്കളായി വിലസി നടന്നപ്പോൾ ജനകീയ അടിത്തറ മമതയ്ക്കായിരുന്നു. മമതയ്ക്ക് അർഹിക്കുന്ന സ്ഥാനം കോൺഗ്രസിൽ കിട്ടിയിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇന്ന് കോൺഗ്രസിൻ്റെ ജാതകം മറ്റൊന്നാകുമായിരുന്നു. ആന്ധ്രാപ്രദേശിൻ്റെ കാര്യം നോക്കൂ. ജഗൻമോഹൻ റെഡ്ഡി, YS രാജശേഖർ റെഡ്ഡിയുടെ മകൻ ജഗൻമോഹൻ റെഡ്ഡി ആന്ധ്രയിൽ വലിയ ഒരു നേതാവായി ഉയർന്നു വരുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ ക്ലെയിം മാനിക്കാതെ മറ്റൊരാൾക്ക് മുഖ്യമന്ത്രി പദം കോൺഗ്രസ് വെച്ച് നീട്ടുന്നത്. എന്താണ് ഫലം? കോൺഗ്രസിന് ആന്ധ്രാപ്രദേശിൽ അടിസ്ഥാനം പോലും ഇല്ലാത്ത രീതിയിൽ പോയി. തെലങ്കാന മാത്രമാണ് കോൺഗ്രസിന് കുറേയെങ്കിലും ആശ്വാസം നൽകിയത്. അവിഭക്ത ആന്ധ്രാപ്രദേശിലെ ഏറ്റവും വലിയ കക്ഷി എന്ന നിലയിൽ നിന്നും ഇപ്പോഴത്തെ ആന്ധ്രയിലെ ഒരു 3ാം സ്ഥാനത്ത് പോലും ഇല്ലാത്ത രീതിയിൽ കോൺഗ്രസ് തകർന്ന് തരിപ്പണമായതിൻ്റെ പിന്നിൽ അന്നത്തെ ഹൈക്കമാൻഡിൻ്റെ പിടിപ്പുകേട് തന്നെയാണ്. അതുകൊണ്ട് ഓരോ സംസ്ഥാനത്തും വേണ്ട രീതിയിൽ ജാഗ്രതാപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയും പുതിയ നേതൃത്വത്തെ, ജനകീയ മുഖങ്ങളെ വളർത്തിക്കൊണ്ടുവരികയും ചെയ്യുന്നതിൽ കോൺഗ്രസ് പാർട്ടി പലപ്പോഴും പരാജയപ്പെട്ടു. അതിനൊരു മാറ്റമാണോ ആ ഒരു അവസ്ഥയ്ക്ക്, ആ ഒരു കാലഘട്ടത്തിന് അറുതി വന്നിരിക്കുന്നു എന്ന് ചിന്തിക്കാമോ? അങ്ങനെ ഉത്തരേന്ത്യയിലേക്കാണ് ഇനി ശ്രദ്ധ. ദക്ഷിണേന്ത്യയിലെ 4 സംസ്ഥാനങ്ങൾ അത് കോൺഗ്രസിനെ എപ്പോഴും ആശ്രയിക്കാവുന്നതാണ്. തെലങ്കാന, കർണാടക, കേരളം, പിന്നെ ഒരു സഖ്യകക്ഷിയുടെ ചിറകിലേട് തമിഴ്നാട്. പക്ഷെ ബാക്കി സംസ്ഥാനങ്ങളിൽ, മഹാരാഷ്ട്രയിൽ സഖ്യകക്ഷികളെ മാത്രം നമ്പിയിട്ട് കാര്യമില്ല. ശിവസേനയുടെ ഒരു വിഭാഗം മാത്രമേ ഉള്ളൂ. NCP നാളെ എന്ത് ചിന്തിക്കുമെന്ന് അറിയില്ല. അത് ചന്നം ഭിന്നം ചിതറി നിൽക്കുകയാണ്. അപ്പോൾ കോൺഗ്രസിന് ഒരു ഉയർത്തെഴുന്നേൽപ്പ് വേണമെങ്കിൽ അടിസ്ഥാനം ഭദ്രമാകണം. നഷ്ടപ്പെട്ട സോഷ്യൽ കോയലീഷൻ തിരിച്ചു കൊണ്ടുവരണം. ഇപ്പോൾ കാസ്റ്റ് കോയലീഷനുമായി BJP പോയില്ലേ? കോൺഗ്രസിൻ്റെ ദളിത് വോട്ടുമായി ബഹുജൻ സമാജ് പാർട്ടി പോയി. കോൺഗ്രസിൻ്റെ OBC വോട്ടുമായി ഈ സോഷ്യലിസ്റ്റ് കക്ഷികൾ പോയി. കോൺഗ്രസിൻ്റെ മുന്നാക്ക വോട്ടുകളുമായി, ബ്രാഹ്മൺ ക്ഷത്രിയ വോട്ടുകളുമായി BJP പോയി.
കോൺഗ്രസിന് പിന്നെ മൈനോറിറ്റി വോട്ടുകളുമായി സമാജ്വാദി പാർട്ടിയും അതുപോലെ തന്നെ രാഷ്ട്രീയ ജനതാദളും എല്ലാം പോയി മുസ്ലിം വോട്ടുമായി. പിന്നെ എന്താണ് അവശേഷിക്കുന്നത്? അപ്പം ജാതി കോalition നഷ്ടപ്പെട്ടിരിക്കുന്നു, സംഘടനാ അടിത്തറ നഷ്ടപ്പെട്ടിരിക്കുന്നു, നല്ലൊരു നേതൃത്വമില്ലാതിരിക്കുന്നു. ഇതെല്ലാം തിരിച്ചു പിടിച്ചെങ്കിൽ മാത്രമേ എന്നെങ്കിലും രാഹുൽ ഗാന്ധിക്ക് പ്രധാനമന്ത്രി പദം മോഹിക്കാനും സ്വപ്നം കാണാനും പറ്റൂ എന്നതാണ് അവസ്ഥ. അതിലേക്കുള്ള ആദ്യ ചവിട്ടുപടിയായി ഈ മാറി വന്ന ചിന്തയെ കാണാം. അതുകൊണ്ടാണ് കർണാടകയിലെ മാറ്റം, കേരളത്തിലെ മാറ്റം, തമിഴ്നാട്ടിലെ മാറ്റം നമ്മൾ കൗതുകപൂർവ്വം വീക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് കോൺഗ്രസിൽ ഒരു മാറ്റം നമുക്ക് ദൃശ്യമാണ്. ഹൈക്കമാൻഡ് ജനവികാരമനുസരിച്ച് മാറ്റങ്ങൾ കൊണ്ടുവരുന്നു എന്ന് വ്യക്തമാണ്. അത് എത്രത്തോളം പ്രാവർത്തികമാകും? കർണാടകയിൽ ഇനി DK യുഗത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരും? DK എന്താണ് കോൺഗ്രസിനായി ചെയ്യാൻ പോകുന്നത് എന്നെല്ലാം നമുക്ക് കണ്ടു തന്നെ അറിയാം.